പുതുവർഷത്തെ വരവേൽക്കാൻ ആവേശക്കടലായി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇത്തവണത്തെ ആഘോഷങ്ങൾ കൂടുതൽ സുരക്ഷിതവും ചിട്ടയുള്ളതുമാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമായി 2 പാപ്പാഞ്ചികളെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇത്തവണ 2 പപ്പാഞ്ഞികളാണ് ഒരുക്കിയിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി പരേഡ് ഗ്രൗണ്ടിൽ പതിവ് പോലെ പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ തിരക്ക് വിഭജിക്കുവാൻ ഇത്തവണ വേളി മൈതാനത്തും മറ്റൊരു പപ്പാഞ്ഞിയെ സജീവമാക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം 40,000 പേർക്കും വേളിയിൽ 25,000 പേർക്കും ആഘോഷങ്ങൾ കാണുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഡ്രോൺ പറത്തുന്നതിന് കർശന നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് 1000-ലധികം പോലീസുകാരെയാണ് കാവലിനായി വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി പുതുവത്സര തലേന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. തോപ്പുംപടി BOT പാലം മുതൽ കർശന നിർദ്ദേശങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4 മണിക്ക് ശേഷം എത്തുന്നവർ നിശ്ചയിക്കപ്പെട്ട പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയ ശേഷം വേണം ആഘോഷ സ്ഥലത്തേക്ക് പോകുവാൻ. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ സർവീസിലും 4 മണിക്ക് ശേഷം വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി കൊച്ചി മെട്രോ രാത്രി 1:30 വരെയും അതുപോലെ വാട്ടർ മെട്രോ പുലർച്ചെ വരെയും പ്രത്യേക സർവീസുകൾ നടത്തും. അത് സന്ദർശകർക്ക് ആശ്വാസമാകും.